മലയാളത്തിൻ്റെ മോഹൻലാൽ ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന അദ്ദേഹം പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബറോസ് എന്ന സിനിമ കാണാൻ നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആണുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ബറോസ് ഒരു 3D ചിത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. 2019 അനൗൺസ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിനുശേഷം പടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. സോ പടം ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു ഫുൾ 3Dയിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കി സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 100 കോടി രൂപ ബഡ്ജറ്റാണ് ഈ സിനിമ ഒരുങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂർ 25 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഈ സിനിമ മുഴുവനായും 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആൻഡ് ഈ സിനിമയുടെ പിന്നണി കഥകൾ വളരെ വലുതാണ്. കാരണം എല്ലാവർക്കും അറിയാം 2019 അനൗൺസ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിനുശേഷം സിനിമ കോവിഡ് വരുന്ന സമയത്ത് സിനിമ റീഷെഡ്യൂൾ ചെയ്യുന്നു. ആദ്യം കാസ്റ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് എല്ലാം മാറുകയും പുതിയ ആക്ടേഴ്സ് വരികയും ഈ സിനിമയുടെ സ്റ്റോറി പലതവണ റീറൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബറോസ് എന്ന സിനിമ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് ബറോസ് ദ ഗാർഡിയൻ ഓഫ് ഡിഗാമ ട്രഷർ എന്നായിരുന്നു പേര്. അന്ന് ഈ സിനിമയുടെ റൈറ്റർ എന്ന് പറയുന്നത് ജിജോ പുന്നൂസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ ഒരുപാട് തവണ റീറൈറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ റൈറ്ററായ ജിജു പുന്നോസ് അദ്ദേഹം ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വേറൊരു റൈറ്റർ വരുന്നു. അദ്ദേഹം മോഹൻലാലും കഥ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഈ ഒരു കഥയിലേക്ക് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സിനെ മാറ്റിയിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയാൽ ഈ സിനിമയിലെ എല്ലാ ആക്ടേഴ്സും മോഹൻലാലിനെ ഒഴിച്ചു നിർത്തിയാൽ മിക്ക ആക്ടേഴ്സ് നോക്കിയാൽ വിദേശ താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു നിധി കാക്കുന്ന ഭൂതത്തിൻ്റെയും ആ ഭൂതത്തിന് ബന്ധമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് വരുന്ന ഒരു കഥയാണ്. സോ ഇതൊരു ഫാൻറ്റസി 3D വേൾഡിൽ നടക്കുന്ന ഒരു ഫാൻറ്റസി മാജിക്കൽ റിയലത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ട് എടുത്തുകൊണ്ടാണ് ചാൻസ് വളരെ കൂടുതൽ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന ഡയറക്ടർ, അതായത് മോഹൻലാലിനെ ഇത്രയും വർഷം നമ്മൾ നടനായിട്ട് കണ്ടിട്ടുണ്ടാവും. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധായകൻ്റെ കുപ്പായം അണിയുന്ന ഒരു സിനിമയും കൂടെയാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെയധികം ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു ആക്ടറും കൂടിയാണ് അദ്ദേഹം. സോ മേ ബി അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഡയറക്ടർ ഡെബ്യൂവിൽ തന്നെ കുട്ടികളെ പ്രാധാന്യം ചെയ്തെടുക്കുന്ന ഒരു സിനിമയും കൂടെയാണിത്. ആൻഡ് ഈ സിനിമയുടെ ബാക്കിയുള്ള ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ സിനിമയുടെ പിന്നണിയിൽ നോക്കുകയാണെങ്കിൽ വളരെ വലിയ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സന്തോഷ് ശിവനാണ് സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് അതുപോലെ തന്നെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. ഇപ്പോഴത്തെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ലിഡിയൻ നാദസ്വരമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കാം. ഈ സിനിമ ആദ്യം കൈ മാറുമ്പോൾ എനിക്ക് അതിന് 13 വയസ്സ് എന്തോ ഉണ്ടായിട്ടുള്ളൂ. സോ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരാൾക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവാൻ കഴിഞ്ഞു. അതുപോലെ ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മാർക്ക് കില്ലിയൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ വളരെ ഹ്യൂജ് പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ തീയതി വരേക്കും ഹൈ എഡ്ജ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് ബറോസ് എന്ന് പറയുന്നത്. സോ എത്ര പേര് സിനിമ കാണാൻ വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമയ്ക്ക് ചില ആൾക്കാർ പ്രതീക്ഷകളുണ്ട്, ചില ആൾക്ക് പ്രതീക്ഷകളില്ല. സോ നിങ്ങൾ എത്ര പേര് പ്രതീക്ഷിക്കുന്നു ഈ സിനിമ വളരെ വലിയൊരു മാസീവ് ഹിറ്റാവുന്നുള്ള കാര്യം, എത്ര പ്രതീക്ഷയുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു അതുവരേക്കും ബൈ.